എൻ്റെ പിന്നിൽ കാണുന്നതാണ് ഈഫൽ ടവറിലേക്കുള്ള എൻട്രൻസ് കേട്ടോ. ഞാൻ ഇപ്പോൾ എൻട്രൻസിലേക്ക് പോകാൻ പോവുകയാണ്. ഇവിടെ എല്ലാം വഴിയോര കച്ചവടക്കാർ മാത്രമേ ഉള്ളൂ. ഇത് വെളിയിലേക്ക് വരാനുള്ള വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്കിനി ഈഫൽ ടവറിന് ഉള്ളിലേക്ക് പോവാം. ഞാൻ ഫ്രാൻസിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ കാണാനുള്ള ഒരു ഡെസ്റ്റിനേഷനാണ് ഞാൻ ഈഫൽ ടവറിനെ ചൂസ് ചെയ്തത്. പക്ഷേ ഇവിടേക്ക് വരാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ നിന്ന് മെട്രോയിൽ കയറി ഞാൻ റോങ് വേ പോയി. പിന്നെ മെട്രോയിൽ നിന്ന് വീണ്ടും തിരിച്ച് ഇറങ്ങി അടുത്ത് ഞാൻ ആക്ച്വലി പ്ലാറ്റ്ഫോം മാറി കയറിയതാണ്. അപ്പോൾ പ്ലാറ്റ്ഫോം മാറി കയറി കുറേത്തിൽ കാണിക്കുന്ന സ്റ്റേഷൻ ആയില്ല. ഞാൻ സ്റ്റേഷൻ ആവാത്തത് ട്രെയിനിൽ കൊടുത്തിരിക്കുന്ന ആ ലൈനിൽ ഞാൻ അവിടെ ലൈൻ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആ ലൈനിൻ്റെ അവിടെ എഴുതിയിരിക്കുന്ന സ്റ്റേഷൻ നോക്കിയിട്ട് ഞാൻ കുറേ ബാക്കിലാണ്. പിന്നെ ഇറങ്ങി അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് കയറി ട്രെയിനിൽ കയറിയാണ് ഈ കണ്ട സ്റ്റേഷനുകളെല്ലാം കവർ ചെയ്ത് പിന്നെയും വരേണ്ടി വന്നത്. ആക്ച്വലി അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കയറിയ സ്റ്റേഷനിൽ നിന്ന് വെറും 4ാമത്തെ സ്റ്റേഷനിലാണ് നമ്മൾ ഈഫൽ ടവറിലേക്ക് വരാനുള്ള സ്റ്റേഷൻ. അവിടെ ഇറങ്ങിയിട്ട് സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് 5 മിനിറ്റ് നടന്നിട്ടാണ് ഈഫൽ ടവറിലേക്ക് വരിക. നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണണം. അടിപൊളി ട്രാവൽ ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇവിടെ എൻട്രൻസിൽ തന്നെ അതിഭയങ്കരമായ ക്യൂ ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ഈ ഉടായ്പ പരിപാടികളുണ്ട്. അവരുടെ ടീമുകളാണ് ഈ നിൽക്കുന്ന ആൾക്കാരെല്ലാം. ബാഗും തൂക്കി അവിടെ ഇങ്ങനെ ഡ്രസ്സ് ചെയ്ത് പല രാജ്യക്കാരെ പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അവരെല്ലാം ഉടായ്പിൻ്റെ ടീമുകളാണ് കേട്ടോ. അവർക്ക് മാത്രം പൈസ വയ്ക്കും, അവരുടെ അടുത്ത് നിന്ന് പൈസ പോവും, പിന്നെ അവർക്ക് വേറൊരാളിന് കിട്ടും. പക്ഷേ നമ്മൾ വെച്ചാൽ നമ്മുടെ പൈസ ഉറപ്പായിട്ടും പോകും. ഞാൻ അവിടെ വന്ന് ഇങ്ങനെ നിന്നപ്പം എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും അവൻ നിർബന്ധിച്ച് എൻ്റെ കയ്യിൽ 200 യൂറോ തന്നു. ആ 200 യൂറോ തന്ന് ഇത് നീ ഇപ്പോൾ തൽക്കാലം ഇങ്ങനെ വെച്ചു. ഞാൻ വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് അടിച്ചു. ആ ബോൾ ഞാൻ ചൂസ് ചെയ്തു. അത് കറക്റ്റായിട്ട് അടിച്ചപ്പോഴത്തേക്ക് അവൻ പറഞ്ഞു വെരി ഷുവർ മണി, അതെടുക്ക്, നീ പൈസ വാങ്ങിച്ചോ, ആ പൈസ കാണിച്ചിട്ട് നീ ആ പൈസ വാങ്ങിക്കുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് ആ പരിപാടി ഇല്ല, പൈസ വെക്കുന്നോ എന്ന് ചോദിച്ചു. അത് ഉപേക്ഷിക്കുകയും ചെയ്തത്. നോക്കിയാൽ ഈ എൻട്രൻസിൽ തന്നെ ടിക്കറ്റ് എടുത്ത് ആ കൗണ്ടറിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ആയിരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ. ഇവിടെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ. അതായത് നമ്മൾ ലൈനിൽ നിൽക്കാം സെക്യൂരിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ട്. ഇതേ കാണുന്ന ടവർ, അതിനകത്ത് തന്നെ ആയിരങ്ങളുണ്ട് കേട്ടോ. ഇന്ന് നമ്മളതിനകത്ത് കയറിയാൽ വ്യൂ ഒരിക്കലും ശരിയല്ല എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് ശരിയല്ല കേട്ടോ. നോക്കിയാൽ ക്ലൈമറ്റ് ഒട്ടും ശരിയല്ല, എല്ലാം മൂടിക്കെട്ടി കിടക്കാം. അത് കാരണം കയറിയാലും സിറ്റിയൊന്നും കാണാൻ പറ്റില്ല. ജസ്റ്റ് നമുക്ക് നിന്ന് കൊടുക്കാം, ലൈനിൽ നിൽക്കാം. കുട്ടികളെയും കൊണ്ടൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. കുട്ടികളൊക്കെ ഇരുന്ന് കരയുന്നുണ്ട്, ബഹളം വയ്ക്കുന്നുണ്ട്. അന്ന് ഇത്രയും തള്ളി കയറിയിട്ട് ടൈം താമസിച്ച് പോകും ഒന്നുകൂടെ. ഇനി അങ്ങോട്ടുള്ള നമ്മുടെ യാത്രയിൽ ബാധിക്കുമെന്ന്. ഈ കാണുന്ന ജനം നിൽക്കുന്നത് മൊത്തം സെക്യൂരിറ്റി ചെക്കിങ്ങിനാണ് കേട്ടോ. ഇവിടെയാണ് സെക്യൂരിറ്റി ചെക്കിങ് കേട്ടോ. നമ്മുടെ ബാഗെല്ലാം തുറന്ന് പരിശോധിക്കും. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ അങ്ങനെയുള്ള എല്ലാ ഡിവൈസും എടുത്ത് പുറത്ത് വയ്ക്കണം. സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞു. ഞാൻ അകത്തേക്ക് കയറി. ഇനി ഈഫൽ ടവറിനുള്ളിൽ നമുക്ക് കാണാം. ഈഫൽ ടവറിന് മുമ്പിൽ ഒരു ചെറിയ ക്രിയേറ്റ് ചെയ്ത ഒരു ലേക്ക് ഉണ്ട് കേട്ടോ. അത് ലേക്കെന്നോ പോണ്ടെന്നൊക്കെ പറയാം. ഇതിനകത്തേക്കുള്ള AC അങ്ങനെ ഇങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഇവിടെ നിന്നാണ് പോകുന്നത്. ഇതിൻ്റെ ടോപ്പ് ഫ്ലോർ ഓൾറെഡി ക്ലോസ് ചെയ്തു കേട്ടോ. ടോപ്പ് ഫ്ലോറിലേക്ക് ആളിനെ ആരെയും കയറ്റി വിടുന്നില്ല. താഴത്തെ ഫ്ലോറിലേക്ക് മാത്രമേ ആളിനെ കയറ്റി വിടുന്നുണ്ട്. കാലാവസ്ഥ മോശമായതുകൊണ്ടായിരിക്കാം അകത്തേക്ക് ആരെയും കയറ്റി വിടാത്തത് കേട്ടോ. അകത്തേക്കെന്നല്ല, ടോപ്പ് ഫ്ലോറിലേക്ക് ആരെയും കയറ്റി വിടാത്തത്. ഈഫൽ ടവർ ടൂർ ടോപ്പ് സീമ 30 യൂറോ. ഇറ്റ് സെക്കൻഡ് 18 യൂറോ. ഇതാണ് ഇവിടുത്തെ റേറ്റ് കേട്ടോ. ഇതിൻ്റെ പ്ലാനാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈഫൽ ടവറിൻ്റെ അടിയിൽ വന്നിട്ടുണ്ട്. ഇതാണ് ഈഫൽ ടവറിൻ്റെ അടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കൊച്ചിൻ്റെ ട്രോളി വിട്ടു വീഴുന്നത്
അച്ഛനെ ഭയങ്കര നോക്കുന്നുണ്ട്. അവരിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് ഞാൻ വീഡിയോ ആയിട്ട് മേളിൽ വെക്കോണ്ടിരിക്കുക, അതിന് ഞാൻ കണ്ടില്ല. കൊച്ചിങ്ങനെ വരുന്ന കേട്ടാ, കൊച്ചിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ വിളിക്കായിരുന്നു. പക്ഷെ എനിക്ക് കൊച്ചിനെ പിടിക്കാൻ പറ്റിയില്ല. ഇതാണ് ഈഫൽ ടവറിന്റെ 4 കാലുകൾ കേട്ടോ. ഈ 4 കാലിലും കൂടി ഈ മേളിലേക്ക് കയറാം. നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം, അതിൽ കൂടി കയറാം മേളിലേക്ക്. ഇത് ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ. ഇതൊന്നും രണ്ടും അല്ല, 4 ടിക്കറ്റ് കൗണ്ടറിലുണ്ട് കേട്ടോ. 4 സൈഡിലും 4 കൗണ്ടറുണ്ട്. ഈ 4 കൗണ്ടറിലും നല്ല തിരക്കുണ്ട്. ഇപ്പം എന്തായാലും ഞാൻ കയറുന്നില്ല, എനിക്ക് കയറിയിട്ട് ഇപ്പം ഒന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തിനാ ഞാൻ കയറുന്നു. അപ്പോൾ അതുമല്ല ടോപ്പ് ഫ്ലോർ ക്ലോസ് ചെയ്ത്. അപ്പോൾ ടോപ്പ് ഫ്ലോറിലേക്ക് അവിടെ എഴുതി വെച്ചിരിക്കുന്ന ടോപ്പ് ഫ്ലോറിലില്ല. നിങ്ങൾ നോക്കിക്കോളത്തെ ആ ബോർഡിൽ കാണാം 1890 ഏജ് 12-നും 24-നും ഇടയ്ക്കുള്ളവർക്ക് 590, ഇൻഫൻറ്റ് 4-നും 10-നും ഇടയ്ക്കുള്ള ഹാൻഡിക്യാപ്റ്റിനും 3 ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ ടോപ്പ് ക്ലോസ്ഡ്. അവിടെ എഴുതി വെച്ചാൽ കണ്ട ടോപ്പ് ക്ലോസ്ഡ്, ടോപ്പ് ക്ലോസ്ഡ്. സ്റ്റെയറിൽ കൂടി പോയിട്ട് സെക്കൻഡ് ഫ്ലോർ വരയ്ക്കും പോവാം. എനിക്ക് വയ്യ എൻ്റെ പൊന്നോ, എനിക്കൊട്ടും വയ്യ. എൻ്റെ കാലെല്ലാം ഭയങ്കര വേദന, കാല് നടക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഈ കാലിൻ്റെ ഉപ്പുറ്റിയുടെ ആ ഭാഗവും പാദമൊക്കെ ശരിക്കും വേദന എടുക്കുന്നുണ്ട്, കയറാൻ പറ്റുന്നില്ല അങ്ങോട്ടൊന്നും. എന്തായാലും നമ്മൾ ഇതിനകത്തേക്ക് കയറി വന്നല്ലേ, ജസ്റ്റ് വീഡിയോയും ഫോട്ടോസൊക്കെ എടുത്തിട്ട് സ്ഥലം വിടാം. ഇതിൻ്റെ കളറ് കണ്ടിട്ട് ഇതൊന്നും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, അതോ ഈ കളറിലാണോ ഇത് മെയ്ഡ് ചെയ്തപ്പോഴേ എന്നുള്ളതൊന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇതിൻ്റെ ഹിസ്റ്ററി ഒന്നും ഞാൻ നോക്കിയില്ല. ഹിസ്റ്ററി ഇനി ഗൂഗിളിൽ നോക്കിയാൽ പറഞ്ഞുതരാൻ പറ്റും. അതായത് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് നോക്കിയിട്ട് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എടുക്കുന്നുണ്ട്. കയറിയാലും ഇതുവരെ കയറാൻ പറ്റുള്ളൂ കേട്ടോ, ഇതുവരെ മാത്രം. അത് അപ്പം നമ്മൾ അവിടെ കയറി കഴിഞ്ഞാൽ താഴേക്കൊന്നും കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അതായത് തൊട്ടടുത്ത് തന്നെയുള്ള വ്യൂ നിങ്ങൾ കണ്ടല്ലോ, അത്രയും വ്യൂ പോലും നമുക്ക് കിട്ടുന്നില്ല. എല്ലായിടം ശരിക്ക് ക്ലൗഡി ആയി കിടക്കുക. ഇതൊക്കെ ഓരോ സൈഡിലും ടിക്കറ്റിന് വേണ്ടിയിട്ട് ജനങ്ങൾ ഇങ്ങനെ നിൽക്കുന്നതാണ് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ലിഫ്റ്റ് വഴി മറ്റും മേളിലേക്ക് പോകാനുള്ളതാണ്. ഇത് ലിഫ്റ്റിൽ വഴി കയറി പോകാനുള്ളതാണ്. ഇത് ബാക്കിയുള്ള ഭാഗത്ത് കാണുന്നത് പില്ലറിൽ കൂടി മേളിലേക്ക് കയറാനുള്ളതാണ് കേട്ടോ. പില്ലർ ഔട്ട്സ്റ്റ് എഴുതിയേക്കണ പില്ലർ ഗസ്റ്റുകൾക്ക് കയറാനുള്ളത്. അവിടെ കൂടെ ആൾക്കാർ കയറുന്നുണ്ട്. ഈ പില്ലറിൽ വഴി ആരെയും കയറ്റിവിടുന്നില്ല. എന്തെങ്കിലും മെയിൻ്റനൻസ് നടക്കുന്നതാണോ ഈ പില്ലർ വഴി ആരെയും കയറ്റിവിടാത്തതെന്ന് അറിയില്ല. അതുവഴി ഇങ്ങനെ ക്രെയിൻ ഇറങ്ങി വരുന്നുണ്ട്. ഇങ്ങനെ ക്രെയിൻ വഴി ആൾക്കാരെ കയറ്റിവിടുന്നുണ്ട് അവിടെ വഴി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം കേട്ടോ. ഇതാണ് ഇപ്പോൾ ഈഫൽ ടവറിൻ്റെ അകത്താണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ മേളിൽ കാണുന്നതാണ് ഈഫൽ ടവർ. ഇതേ നോക്കിയേ, ഈഫൽ ടവറാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ കാണിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇതാണ് ഈഫൽ ടവർ. ഞാൻ ഈഫൽ ടവറിൻ്റെ മിഡിലാണ് ഉള്ളത്. ഞാൻ നേരത്തെ നിങ്ങളുടെ എല്ലാവരും പറഞ്ഞു ഈഫൽ ടവറിൽ ഇനി മേളിലേക്ക് ആരെയും കയറ്റി വിടില്ല എന്ന് പറഞ്ഞാൽ മേളിൽ ക്ലോസ് ചെയ്തിരിക്കുക. ക്ലൗഡ് കാരണം ക്ലൈമറ്റ് മോശമാണ്, കാണാനും പറ്റില്ല. ഇനി ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. നിങ്ങളെ ജനത്തിരക്ക് എല്ലാവർക്കും കാണാം. പെണ്ണുങ്ങള് ബലൂണൊക്കെ പിടിച്ചതേ. എത്ര ബലൂണാണ് കൊണ്ടുപോകണം, ഹാർട്ടിന്റെ ബലൂൺ കൊണ്ടുപോകണം. എന്നിട്ട് അവർ ഫോട്ടോ എടുക്കുന്നുണ്ട്. അടിപൊളി.
വിസിറ്റിംഗ് കഴിഞ്ഞ ആൾക്കാർ മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന വഴിയാണ് കേട്ടോ. ഇത് എക്സിറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്തൊരു ചെറിയൊരു സുവനീർ ഷോപ്പ്, നല്ലൊരു സുവനീർ ഷോപ്പ്. ഇവിടെ ചെറിയ എക്സ്പെൻസീവ് ആണ് സാധനങ്ങൾ. ഈ വെളിയിലൊക്കെ 5-നും 1-നും 2-നും ഒക്കെ കിട്ടുന്ന സാധനങ്ങളെക്കാളും ഇവിടെ സാധനങ്ങൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്നാൽ പക്ഷേ ഒറിജിനൽ സാധനമാണ് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഇന്നിവിടുത്തെ വിശേഷം. ഇനി നമുക്ക് പുറത്തേക്ക് പോവാം. പുറത്തേക്ക് പോകാം അല്ലേ. ഇവിടുത്തെ പ്രാവുകൾ നോക്കി എൻ്റെ മുന്നോ എന്തൊരു വലിയ പ്രാവ്. പ്രാവ് പോയതുണ്ടോ തൊട്ടടുത്തുകൂടി. ഹലോ, വലിയ പ്രാവുകളാണ് കേട്ടോ. ഈ പ്രാവിനെയൊക്കെ തിന്നുകയാണെന്നുണ്ടെങ്കിൽ കൊള്ളാം, കറി വെച്ച് കഴിച്ചാൽ ഒത്തിരി കിട്ടും. നമ്മളെ സൗദി അറേബ്യയിലുള്ള എല്ലാം പ്രാവുകൾ ചെറുതല്ലേ, അതുപോലെ ഇന്ത്യയിലും പ്രാവുകളെല്ലാം ചെറുതാണ്. എന്തായാലും ബൈ ബൈ. ഈഫൽ ടവർ ഒരു ചെറിയൊരു സ്ഥലമാണ്, അത്രയ്ക്ക് തിരക്കും ബഹളം ഉണ്ട്. പിന്നെ എന്നാൽ വളരെ ചുറ്റും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. പക്ഷേ ടേക്ക് കെയർ, എല്ലായിടത്തും നല്ലതുപോലെ നിങ്ങൾ കെയർ ചെയ്യണം, ഇല്ലെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ഇവിടെ ചീറ്റേഴ്സ് വലുതാണ്, നമ്മൾ പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ചീറ്റിങ് ആവാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ നമുക്ക് പുറത്തേക്ക് പോകാം. ഇതിനകത്തേക്ക് കയറുക എന്ന് പറയുന്നത് വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ചെക്കിങ്ങും അതും ഇതൊക്കെ ഉണ്ട്. അവസാനമായിട്ട് ഒന്നും കൂടി കാണിച്ചേക്കാം. ആ പോണ്ടൊന്നും ഞാൻ കാണിച്ചില്ല. അത് പോണ്ടൊന്നുമില്ല, ഒരു ജസ്റ്റ് ഒരു ഇത് മാത്രമേ ഉള്ളൂ. അത് മീനും എല്ലാം ഉണ്ടോ അവിടെ എങ്ങും കുറച്ച് പ്രാവുകളും അതും ഇതൊക്കെ ഉള്ളൂ, അല്ലാതെ വേറെ വിധ താറാവും അങ്ങനെ ഒന്നുമില്ല. നമുക്ക് പുറത്തേക്ക് പോവാം. ഈ ഗേറ്റാണ് എൻട്രൻസ്, ലെഫ്റ്റ് സൈഡിലാണ്. ഇത് എക്സിറ്റ് ആണ്. നമ്മളെ കൂടെ അകത്തേക്ക് കയറി വരാം, വളരെ ബുദ്ധിമുട്ടി അകത്ത് കയറിയ അവരൊക്കെ അവിടെ കയറി ഓരോ ഫോട്ടോസൊക്കെ എടുത്ത് വെളിയിലേക്ക് വന്നു കേട്ടോ. ആരും കയറിയില്ല എന്ന് പറഞ്ഞാൽ റൂഫ് ക്ലോസ് ചെയ്തിരിക്കുന്ന കാരണം ആൾക്കാരൊന്നും കയറുന്നില്ല. പിന്നെ ചിലപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ വന്നിട്ട് അതിനകത്തേക്ക് അവർക്കൊരു ജസ്റ്റ് കയറണം എന്നുള്ളൊരു എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് അവരുടെ ഒരു ഡ്രീം ആയിരിക്കുമല്ലോ അകത്തേക്ക് കയറാന്നുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് കയറിയത്. ഇവിടെ നോക്കി കറുപ്പന്മാരെ കൊണ്ടൊരു ബഹളം തന്നെ. ഇവിടെ ശരിക്കും വീഡിയോ എടുക്കുന്നതിന് അവന്മാർക്ക് എല്ലാം പ്രശ്നം. ഇതൊരു ബഹളന്മാര് മറ്റേ സെനഗല അവിടെ എവിടെയുള്ളവന്മാരാണ് തോന്നുന്നു.